ഒരു വലിയ മാറ്റം നിശബ്ദമായി നടക്കുകയാണ്. അതിന്റെ പ്രഭാവം ഇന്ത്യയുടെ ആകാശത്ത് ഉടനെ തന്നെ നമുക്ക് കാണാനും സാധിക്കും. 10,000 കോടി, അതെ, ഒരു കമ്പനി ഇത്രയും വലിയ നിക്ഷേപം നടത്തുന്നു എന്നത് വലിയൊരു വാർത്തയായി പുറത്തു വരികയാണ്. ഇതിന്റെ പിന്നിൽ വമ്പൻ ലക്ഷ്യമാണുള്ളത്. നമ്മുടെ രാജ്യം വേറെ ലെവലിലേക്ക് കുതിക്കുകയാണ്. വാർത്ത ഞാൻ വിശദമാക്കാം. ലെറ്റ്സ് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. അതെ, 10,000 കോടി ഒരു കമ്പനി നിക്ഷേപം നടത്തുകയാണ്. ലക്ഷ്യം ഒന്ന് മാത്രം: ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും വേഗത്തിൽ നിർമ്മിക്കുക. ആ കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം HAL. ഇത് സാധാരണ ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല. ഇത് ഇന്ത്യയുടെ പ്രതിരോധ ഭാവി തന്നെ മാറ്റാൻ പോകുന്ന ഒരു നീക്കമാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഇപ്പോൾ നമ്മുടെ ഇന്ത്യ ഒരു ചെറിയ പ്രശ്നം നേരിടുകയാണ്. നമ്മുടെ യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും നിർമ്മിക്കുന്നുണ്ടെങ്കിലും അവ സമയത്ത് ഡെലിവറി ചെയ്യാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടാണ് നമ്മുടെ രാജ്യം ഫേസ് ചെയ്യുന്നത്. തേജസ് MK-1A ഡെലിവറികൾ വൈകിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഹെലികോപ്റ്റർ നിർമ്മാണത്തിൽ ചില തടസ്സങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ എഞ്ചിൻ ഡെലിവറിയുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായതുമാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ HAL ഒരു വലിയ തീരുമാനം എടുത്തിരിക്കുകയാണ്. 10,000 കോടി രൂപ ചെലവഴിച്ച് തങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ മുഴുവനായി അപ്ഗ്രേഡ് ചെയ്യുക. ഇതാണ് നമ്മുടെ HAL മുന്നോട്ട് വയ്ക്കുന്ന വലിയ ലക്ഷ്യം. ഈ പണം എന്തിനായാണ് ഉപയോഗിക്കുന്നത്? പുതിയ അസംബ്ലി ലൈൻ നിർമ്മിക്കുക, വലിയ ഹാങ്ങറുകൾ നിർമ്മിക്കുക, മോഡേൺ മെഷീനുകളും ഓട്ടോമേഷൻ സിസ്റ്റങ്ങളും കൊണ്ടുവരിക. ഇതൊക്കെയാണ് ഇതിന് പിന്നിലുള്ള വലിയ ലക്ഷ്യം. ഇതിലൂടെ എന്തു മാറ്റമാണ് നമ്മുടെ രാജ്യത്തിനുണ്ടാവുക? ഇപ്പോൾ നമ്മുടെ നിർമ്മാണ വേഗം ഇതുവഴി ഇരട്ടിയാക്കാനാകും, അല്ലെങ്കിൽ 3 ഇരട്ടിയിലേക്ക് കുതിക്കുമെന്നതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിന് വിമാനങ്ങൾ വേഗത്തിൽ ലഭിക്കാൻ സാഹചര്യം ഒരുക്കും. തേജസ് പ്രോഗ്രാമിനാണ് ഇതുവഴി ഏറ്റവും വലിയ ഗുണം. തേജസ് MK-1A ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാന ലൈറ്റ് ഫൈറ്റർ ആണ്. ഇത് കൂടുതൽ യൂണിറ്റുകൾ വേഗത്തിൽ നിർമ്മിക്കാൻ പുതിയ അസംബ്ലി ഹാളുകൾ വരും എന്നതാണ്. അതോടൊപ്പം ഭാവിയിൽ വരാനിരിക്കുന്ന തേജസ് MK-2നും ഈ സൗകര്യങ്ങൾ ഉപയോഗിക്കാനാകും. അതായത് ഇത് ഇപ്പോഴത്തെ ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ ഭാവി പദ്ധതികൾക്കും ഒരുപോലെ സഹായകമാകുമെന്നതാണ് എടുത്തു തന്നെ പറയേണ്ടത്. ഹെലികോപ്റ്റർ നിർമ്മിക്കുന്നതിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ALH ധ്രുവ്, LCH പ്രചന്ദ് പോലെയുള്ള ഹെലികോപ്റ്ററുകൾ കൂടുതൽ എണ്ണം നിർമ്മിക്കാൻ കഴിയും. ഇപ്പോൾ ഒരു വർഷത്തിൽ നിർമ്മിക്കുന്നതിനേക്കാൾ 50 മുതൽ 100 വരെ കൂടുതൽ ഹെലികോപ്റ്ററുകൾ നിർമ്മിക്കാൻ ശേഷി ഉയരുമെന്നതും എടുത്തു തന്നെ പറയണം. ഇത് ആർമിക്കും നേവിക്കും എയർഫോഴ്സിനും വലിയ രീതിയിൽ സഹായകമാകും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മെയ്ഡ് ഇൻ ഇന്ത്യ. ഇപ്പോൾ വരെ ചില പ്രധാന ഭാഗങ്ങൾ വിദേശത്ത് നിന്നാണ് വരുന്നത്. പക്ഷേ HAL ഇപ്പോൾ കൂടുതൽ കമ്പനികളെ ഉൾപ്പെടുത്താൻ പോവുകയാണ്. കോമ്പോസിറ്റ് മെറ്റീരിയലുകൾ, റഡാർ സിസ്റ്റങ്ങൾ, എഞ്ചിൻ കമ്പോണന്റുകൾ ഇവയെല്ലാം ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ ശ്രമം ശക്തമാവുകയാണ്. ഇത് ആത്മനിർഭർ ഭാരത് ലക്ഷ്യത്തിന്റെ ഒരു വലിയ ഭാഗമായി തന്നെ മനസ്സിലാക്കണം. ഈ പ്രോജക്റ്റിൽ പുതിയ ടെക്നോളജികളും വരുന്നു എന്നതാണ്. ഡിജിറ്റൽ ട്വിൻ എന്ന സിസ്റ്റം ഉപയോഗിച്ച് വിമാനത്തിന്റെ വിർച്വൽ മോഡൽ സൃഷ്ടിച്ച് പരീക്ഷണം നടത്താം. പ്രസിഷൻ മെഷീനിങ് സെന്റേഴ്സ് ഉപയോഗിച്ച് കൂടുതൽ കൃത്യതയോടെ ഭാഗങ്ങൾ നിർമ്മിക്കുമെന്നതാണ്. ഇത് പ്രൊഡക്ഷൻ ക്വാളിറ്റി വലിയ രീതിയിൽ തന്നെ ഉയർത്താൻ സാഹചര്യം ഒരുക്കും. HALന്റെ നാസിക്കിലും ബാംഗ്ലൂരിലും ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ വലിയ വികസനമാണ് ഇപ്പോൾ പിന്നാമ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ ഹാങ്ങറുകളും പുതിയ അസംബ്ലി സൗകര്യങ്ങളും മോഡേൺ ടെക്നോളജി സംവിധാനങ്ങളും ഇവയെല്ലാം ചേർന്നാൽ ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് നിർമ്മാണ ശേഷി ഒരു പുതിയ ലെവലിലേക്ക് തന്നെ കുതിച്ചു ചാടും എന്നത് നിസ്സംശയം പറയാൻ സാധിക്കും.